ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ചൂട് പിടിച്ചൊരു കാലാവസ്ഥയെ കൂടിയാണ്. കാലാവസ്ഥയുടെ ചൂട് മാത്രമല്ല, എലക്ഷൻ ചൂട് വളരെയധികം അടുത്തിരിക്കുകയാണ്. എലക്ഷൻ അടുക്കുന്തോറും പിണറായി സർക്കാരിന്റെ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ത്വര ഇപ്പൊ കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എന്ത് നാളെ കളികളുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബഡ്ജറ്റ് സത്യം പറഞ്ഞ എന്തായിട്ടാ തോന്നിയേ? ഒരു എലക്ഷൻ സ്റ്റണ്ട്. അവരുടെ പ്രകടന പത്രിക ഒന്ന് പുനഃപരിശോധിച്ചു. അതിൽ പരം ജനങ്ങൾക്ക് എന്ത് കൊടുത്തു, പുതിയതായിട്ട് എന്ത് കൊണ്ടുവന്നു, പഴയ കാര്യങ്ങളൊന്ന് പേര് മാറ്റി പുതുക്കി ഒരു സെറ്റപ്പ് ആക്കി. ഇപ്പോൾ പിണറായി സർക്കാരിനെ മാത്രമായിട്ട് പറയാൻ പറ്റുമോ? ഈ ഇലക്ഷന്റെ ഈ ഒരു ടൈം വരുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ മാത്രമായിരിക്കുമോ അതോ ഇന്ത്യയിൽ മാത്രമായിരിക്കുമോ? ഓരോ രാഷ്ട്രീയ പാർട്ടികൾ മാത്രം തമ്മിൽ ഇതുപോലെ ഇലക്ഷൻ ടൈമിൽ അവരവരുടെ പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും മാത്രം നോക്കി കാണിച്ചുകൊണ്ട് ഇതാണോ യഥാർത്ഥ പൊളിറ്റിക്സ്? ആണോ? എന്താ തോന്നിയിട്ടുള്ളത്? ഇതല്ല യഥാർത്ഥ പൊളിറ്റിക്സ്. പക്ഷെ നമ്മള് നോക്കുവാണെങ്കിൽ എന്താ പറയാ, ജനങ്ങളെയും കൂടി പരിഗണിക്കപ്പെടണം. എല്ലാ പാർട്ടികൾക്കും അതിൻ്റെതായ നെഗറ്റീവ്സ് ഉണ്ട്, അതിൻ്റെതായ പോസിറ്റീവ്സ് ഉണ്ട്. പക്ഷെ നമ്മള് ജനങ്ങളെയും കൂടി ഒപ്പം നിർത്തി. ഇപ്പൊ അവര് കൈയിട്ട് വാരിക്കോട്ടെ, അവർ കട്ടുമുടിച്ചോട്ടെ. പക്ഷെ അതിപ്പോ ആരായാലും ചെയ്യും. അതെ, ഏത് പാർട്ടി ആയാലും കൈയിട്ട് വാരല്, എത്ര വലിയ നല്ലവരായാലും കൈയിട്ട് വാരലുണ്ടാവും. പക്ഷെ ജനങ്ങൾ കൂടി കൊടുക്കണം. അവര് ഇപ്പൊ ഒരു 100 കിട്ടുവാണെങ്കിൽ അതിൽ 50 ജനങ്ങൾക്ക് കൊടുക്കണം. ബാക്കി കൈയിട്ട് വാരിക്കോട്ടെ, കുഴപ്പമില്ല നമുക്ക്. ഇപ്പൊ ഞാൻ നമ്മുടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ചെറിയൊരു സർവേയുടെ ഭാഗമായിട്ട് പോയായിരുന്നു. ഒരു ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ ആ ഒരു ടൈമിൽ ഞങ്ങളുടെ ഒരു ചെറിയ മുനിസിപ്പാലിറ്റി, അതായത് വെറും 45 വാർഡുകളുള്ള മുനിസിപ്പാലിറ്റിയിൽ ഞാൻ ചെന്നൊരു സർവേ എടുത്ത സമയത്ത് ഈ ഒരു ചെറിയ പ്രദേശത്ത് മാത്രമായിട്ട് 50 വർഷത്തോളമായി ഇതുവരെയും പറഞ്ഞിട്ട് അവര് കംപ്ലൈന്റ് ചെയ്തിട്ട് ആവശ്യപ്പെട്ടിട്ട് പല രീതിയിൽ ചോദിച്ചിട്ടും കിട്ടാത്ത ഒത്തിരി അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും ഉണ്ട് ഇപ്പോഴും കിട്ടാത്തത്. സ്ഥലം ഞാൻ തീരെ എടുത്ത് പറയാത്തതാണ്, കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയ പ്രദേശത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജില്ലയില്, ഇപ്പോ തൃശ്ശൂർ ജില്ല മാത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോരം ഉണ്ടാവും? എറണാകുളം മാത്രം. അപ്പൊ കേരളം മൊത്തത്തിൽ എന്തോരം ഉണ്ടാവും? ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. ചിലർക്ക് പാർപ്പിടമായിരിക്കും. ആളുകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയാണ് സർക്കാർ കുറച്ച് നാളായിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് സർക്കാരിന്റെ ഭരണത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പൊ 3ാം പിണറായി ഭരണം എങ്ങനെയെങ്കിലും വരണം എന്നുള്ള രീതിയിൽ അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയാവോ? ഇപ്പൊ 10 വർഷമായിട്ട് തുടർഭരണമാണ്, ഇവർ തന്നെയാണ് ഭരിക്കുന്നത്. പേഴ്സണലി പറയാൻ എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു പാർട്ടി, അതിപ്പോ ബാക്കിയുള്ള 2 പാർട്ടിയിൽ ഏത് പാർട്ടിയോ ആയിക്കോട്ടെ, വരണം എന്ന് ആഗ്രഹിക്കുന്നതിന്റെ റീസൺ എന്താണെന്നറിയാവോ? 10 വർഷം ഇവർ ഭരിച്ചു, ഇനിയും ഇവർക്ക് തന്നെയാണ് ഭരണം കിട്ടുന്നതെങ്കിൽ കൂടുതലായിട്ടൊന്നും എന്തായാലും അവർ ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ ഈ ഒരു പ്രകടന പത്രികയിൽ കുറെ വാഗ്ദാനങ്ങള്, ഈ ഇലക്ഷൻ വരുമ്പോ മാത്രം ദാരിദ്ര്യമില്ലാത്ത ഒരു വിഷയമാണ് വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത്. വാഗ്ദാനങ്ങൾക്ക് മാത്രം യാതൊരു കുറവും പക്ഷെ ഇതെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ നമ്മൾ പറയാം, ഏറ്റവും അവസാനമായിട്ട് നമ്മള് വലിയ രീതിയിൽ ഇലക്ഷൻ അടുത്തപ്പോ പ്രഖ്യാപിച്ചതാണ് പെൻഷൻ തുക കൂട്ടി. ഈ പെൻഷൻ തുക കൂട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, 2000 രൂപ കൂട്ടി. പക്ഷെ ആ കൂട്ടിയതില് എത്ര രൂപ ആളുകൾക്ക് കൊടുക്കാനുണ്ട്? 1500 രൂപ പോലും മര്യാദയ്ക്ക് കിട്ടാത്ത എത്രയോ പേരുണ്ട്. ഇപ്പോഴും 5ഉം 6ഉം മാസത്തെ പെൻഷൻ കുടിശ്ശിക കിട്ടാനായി കിടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അത് കുടിശ്ശിക മാറ്റി കൊടുക്കും എന്ന് പറയുന്നുണ്ട്. മാത്രമായിരിക്കും. മാത്രല്ല, ഇപ്പൊ ഇവരല്ല വേറൊരു ഭരണം വരുവാണെങ്കിൽ അവരും ചിലപ്പോ കക്കുമായിരിക്കും. പക്ഷെ അവരിലുള്ള ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാല്, ഇവര് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് തുടരണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് കാണിക്കണം. സോ കഴിഞ്ഞതിന്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയെങ്കിലും വേറൊരു പാർട്ടിയാണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ ജനങ്ങൾക്ക് കുറച്ചെന്തെങ്കിലും കിട്ടും. എന്തായാലും സത്യം പറഞ്ഞാൽ ജനം പിണറായി ഭരണത്തെ കൊണ്ട് മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതാണ് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ആ തിരിച്ചടിയിലാണ് ഇപ്പം എങ്ങനെയെങ്കിലും എന്ത് കളി കളിച്ചിട്ടാണെങ്കിലും സർക്കാരിന് ജയിക്കണം എന്നുള്ളൊരു ത്വര കയറിയിട്ട് കണ്ടതൊക്കെ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പൊ നമുക്കറിയാം, കറണ്ട് ബില്ലിൽ ഏറ്റവും
ലേറ്റസ്റ്റ് ഇതിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ അതുവരെ പ്രകടന പത്രികയായിട്ട് യൂസ് ചെയ്യാൻ നോക്കുകയാണ്. അതിലും വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ എഴുതിയിരിക്കുന്നത്, പവർ കട്ട് ഇല്ലാത്ത കേരളം. അതെ, ഈ 10 വർഷത്തില് പവർ കട്ട് കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ശരിയാ, പവർ കട്ട് എന്ന പേര് ഉണ്ടായിട്ടില്ല. പക്ഷെ കറണ്ട് ഇല്ലാത്ത എത്രയോ ദിവസങ്ങൾ, ഒരു മഴ പെയ്ത, ഒരു കാറ്റടിച്ച കറണ്ട് പോകുന്ന എത്രയോ സ്ഥലങ്ങൾ നമുക്ക് കേരളത്തിലുണ്ട്. എന്നിട്ടും പറയുന്ന അത് LDF വരും, എല്ലാം ശരിയാകും എന്ന് ജനങ്ങളെ പറഞ്ഞ് മണ്ടന്മാരാക്കിയതുപോലെ ഇത്തരത്തിൽ ഓരോ പ്രകടന വാക്കുകള് പറഞ്ഞങ്ങ് വിടുക. പവർ കട്ടില്ലാത്ത കേരളം. അതെ, അതുപോലെ തന്നെ ഇപ്പോ എല്ലാവരും ഇലക്ഷൻ ടൈം വരുമ്പം പ്രത്യേകം പറയുന്ന ഒരു വിഷയമാണ് റോഡ്. കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ അതിനി എന്ന് മാറും? അതിന് ഏത് സർക്കാർ വന്നാ മാറും? എങ്ങനെയാണ്? അതിലേക്ക് എന്തെങ്കിലും ഒരു ആശയം തോന്നിയിട്ടുണ്ടോ ഈ ഒരു വിഷയം എന്ന് മാറും എന്നുള്ളത്? റോഡ് എത്ര നന്നാക്കി എന്ന് പറഞ്ഞാലും പിന്നെയും അത് നമ്മുടെ കേരളത്തിലെ റോഡുകള് പുഴയ്ക്ക് സമാനമാണ്. ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കയറി പുഴ ഏതാ റോഡ് ഏതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കൊച്ചിയിൽ തന്നെ പല റോഡുകളുടെ അവസ്ഥ അത് തന്നെയാണ്. സർക്കാരുകൾ മാറി മാറി വന്നിട്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഏത് സർക്കാർ വന്നാലും ഇത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളിപ്പോ പക്ഷേ ഓരോ ഈ തോന്നിയിട്ടുണ്ടോ രാഷ്ട്രീയ പാർട്ടി ശരിക്കും ആളുകൾ രാഷ്ട്രീയം നോക്കിയാണോ നേതാവിനെ തെരഞ്ഞെടുക്കേണ്ടത്, അതോ ആ ആരാണോ വ്യക്തിയെ? എന്റെ ഒരു കൺസെപ്റ്റ് വെച്ച് ഇപ്പൊ നമ്മളൊരു പഞ്ചായത്ത് ഇലക്ഷൻ വരുവാണെങ്കിൽ ഞാൻ അവിടെ രാഷ്ട്രീയമല്ല നോക്കാറുള്ളത്, വ്യക്തിയാണ്. പക്ഷേ പലരും ഇതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് ഇലക്ഷൻ ഇതെല്ലാം വരുന്ന സമയത്ത് പാർട്ടി ആയിരിക്കും നോക്കുന്നത്. അതെന്താണ്? അതിൽ ഒരു ഡിഫറൻസ് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും പാർട്ടി ജയിക്കണം എന്ന്? അവിടെ ആര് ജയിച്ചാലും ഇപ്പൊ എന്താ എന്നാണ്. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്വന്തം ആള് നമുക്ക് പോയി പറയാം, ആ ഒരു നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്ന ഒരു വ്യക്തിയായിരിക്കും. നടക്കും, ഇന്ന ആളോട് പറഞ്ഞു ഈ നമ്മുടെ സ്വന്തം ആളാ പറഞ്ഞ നടക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ അവരെ ജയിപ്പിക്കും. പക്ഷെ നിയമസഭാ ഇലക്ഷൻ വരുമ്പം അവരെന്താ ചിന്തിക്കണേ, ഇന്ന പാർട്ടി ജയിച്ചിട്ടേ കാര്യമുള്ളൂ, ആ പാർട്ടി കേറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കുന്നുള്ള ഓരോ പ്രതീക്ഷയിലാണ് ഓരോ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത്. പക്ഷെ ജയിച്ചു കഴിയുമ്പോൾ അവരവരുടെ തനി സ്വഭാവം കാണിക്കും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷന് പോയ സമയത്ത് ഞാൻ നോട്ട ഉണ്ടാവും കരുതി പോയ ആളാ. നോട്ട ചെയ്യാൻ പറ്റും, പക്ഷെ പഞ്ചായത്ത് ഇലക്ഷന് നോട്ടയില്ല. തീർച്ചയായിട്ടും ഈ നിയമസഭാ ഇലക്ഷന് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നോട്ടയായിരിക്കും ചെയ്യുന്നത്. ഞാൻ ഓപ്പണായിട്ട് പറയുന്ന കാര്യമാണ്. കാരണം ഈ നമ്മളിപ്പോ ഇത് ആരോടെങ്കിലും പറയുവാണെങ്കിൽ ചോദിക്കുക എന്തിനാ നോട്ട ചെയ്തിട്ടെന്ന്. നോട്ടയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. കാരണം ഈ 3 രാഷ്ട്രീയ പാർട്ടിയെയും അല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും അല്ല, നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മളുടെ ഇവിടുത്തെ നിയമ ഭേദഗതികൾ കാര്യങ്ങൾ ഈ ഭരണത്തിനോടുള്ള നമ്മുടെ എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് നോട്ട എന്ന് പറയുന്നത്. പക്ഷെ നോട്ട ചെയ്തത് കൊണ്ട് ഞാൻ ചോദിക്കാം, നോട്ട ചെയ്തത് കൊണ്ട് എന്തെങ്കിലും നമുക്ക് ഒരു എത്ര പേര് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇതിനോടൊന്നും യോജിക്കുന്നില്ല എന്നുള്ള ഒരു ഉപകാരവും ഇല്ല. അത് ചെയ്തെന്ന് കരുതിയിട്ട് ഒരു ഉപകാരവും ഇല്ല. പക്ഷെ ഇതിനോടൊന്നും നമ്മൾ ഇവരുടെ ഒരു രീതികളോടും യോജിക്കുന്നില്ല, എതിർപ്പുള്ളവരുണ്ട്. ആ എതിർപ്പുള്ളവരുടെ എണ്ണം ഞാൻ ഒരാളങ്ങനെ ചിന്തിക്കുന്നു, അതോടൊപ്പം എന്റെ പോലെ ഒരു 10 പേരങ്ങനെ ചിന്തിച്ച, ഇത് കേട്ടിട്ട് കുറച്ച് കൂടുതൽ പേരങ്ങനെ ചിന്തിച്ച, അത് നമുക്ക് നമ്മളെ ഈ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന ശരിക്കും അവര് നമ്മളെ സേവിക്കുന്നവരാണ് അല്ലേ? അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥരാണ് അവര്. പക്ഷെ ഈ ഇലക്ഷന് മുൻപായിട്ട് മാത്രം നമ്മളുടെ കാര്യങ്ങളെല്ലാം വന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവര് ഇലക്ഷന് ശേഷം എന്താ പറയാ, പൊടിയിട്ട് മഷിയിട്ട് നോക്കിയാൽ കാണില്ല എന്ന് പറയില്ലേ? അനുസ്പ്രയുടെ പരസ്യം പോലെയാ. ഇലക്ഷൻ ടൈമില് കാണും, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെ കാണാനേ പറ്റില്ല. പിന്നെ ഈ ഇലക്ഷൻ ടൈം ആയപ്പോ നിങ്ങൾക്കും വരുന്നുണ്ടാവും നമ്മുടെ ഓരോ ഇപ്പൊ വാർഡിന്റെ ഗ്രൂപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളില് നമ്മുടെ ഇപ്പൊ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികള് ഓരോ മണ്ഡലങ്ങളിലും ചെയ്തിട്ടുള്ള കുറെ നല്ല കാര്യങ്ങൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ശരിക്കും ഇവരുടെ ഭരണ പോരായ്മകള് നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവരെന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് ഇറക്കിയാൽ മാത്രം നമ്മൾ അറിയുള്ളൂ. കാരണം ഇവരെങ്ങനെയൊക്കെ ഈ ചെയ്തിട്ടുണ്ടല്ലേ. കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. ഇനിയിപ്പോ ഏറ്റവും വലിയ പിണറായി സർക്കാർ ഏറ്റവും വലിയ PR വരാൻ കിടക്കുന്നില്ല. നോക്കി ഇനി ഈ അടുത്ത കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഞങ്ങൾ ഇത്ര വീട് വെച്ച് കൊടുത്തു, ഞാൻ ഇത്ര റോഡ് പണിതു, ഇത്ര പാലം പണിതു എന്നുള്ള ലിസ്റ്റിന്റെ ഒരു മേളം തന്നെ ഇപ്പം സർക്കാർ എടുത്ത് വെച്ചിട്ടുണ്ടാകും. ഇപ്പൊ ഓൾറെഡി ഇപ്പം ഓരോന്നായിട്ട് അവര് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ബാക്കി ഇനി വരാനിരിക്കുന്നേ ഉള്ളു. എല്ലാരെയും പറഞ്ഞു പറ്റിച്ചതുപോലെ LDF വന്നു, എല്ലാം ശരിയാക്കി എന്നാണ് പറയുന്നത്. LDF വന്നിട്ട് ഇവിടെ എന്ത് ശരിയാക്കി എന്ന് അവരോട് ചോദിച്ചാൽ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും അറിയത്തില്ലാത്ത അവസ്ഥയാണ്. അവർ എന്താണ് ഇവിടെ ശരിയാക്കിയത്, എന്താണ് കേരളത്തിൽ ശരിയാക്കിയത് എന്നുള്ളത്. അത് നമുക്കിനി കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇനി എന്തായാലും ജനങ്ങൾ ഒരു 3ാം തവണ പിണറായിക്ക് കുത്തും അല്ലെങ്കിൽ സർക്കാരിന് കുത്തും എന്ന് ഞാൻ കരുതുന്നില്ല. ചെയ്യുവാണെങ്കിൽ അത് നാശത്തിലേക്കായിരിക്കും പോക്കെന്ന് പറയില്ലേ, തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കും. ബുദ്ധിയുള്ള ആഹാരം കഴിക്കുന്ന ഒരാൾ പോലും ഇനി ഈ സർക്കാരിന് കുത്തുന്നു നമുക്ക്. പക്ഷെ ഇല്ലെന്നേ, അത് ഈ അരിയാഹാരം കഴിക്കുക അങ്ങനെയല്ല. പലരും ആ ഒരു ഞാൻ ജനിച്ചപ്പോ മുതൽ ഈ പാർട്ടിയിലാണ്, ഇതെന്റെ ചോരയാണ് ഈ പാർട്ടി. ഒരിക്കലും പാർട്ടിയല്ല തള്ളി പറയുന്നേ. എനിക്കും പഠിച്ചിരുന്ന സമയത്ത് വളരെ ഒരു ചായവും അത്രയും ഇഷ്ടം തോന്നിയ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കമ്മ്യൂണിസം ആയിരുന്നു. പക്ഷെ അന്നത്തെ ഒരു കമ്മ്യൂണിസം, അന്നത്തെ ഒരു കമ്മ്യൂണിസം ഇന്ന് നശിച്ചു പോയതുകൊണ്ട് നമുക്കറിയാം. ഇപ്പം യഥാർത്ഥ രാഷ്ട്രീയക്കാര് പോലും കമ്മ്യൂണിസത്തിൽ നിന്ന് പിന്മാറുന്ന, പാർട്ടി മാറുന്ന കാഴ്ചയാണ്. ഇപ്പൊ BN ഭാസ്കർ 36 വർഷം പാർട്ടിക്ക് വേണ്ടി തുറന്ന് ജീവിച്ചിട്ട് ഇപ്പം അദ്ദേഹം പാർട്ടി വിട്ടു. കാരണം ഇപ്പൊ ഉള്ള കമ്മ്യൂണിസം അല്ലാന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. സ്വന്തം തെറ്റ് ചെയ്യുന്നവരെ കൂടെ നിർത്തുകയും അത് ചൂണ്ടിക്കാണിക്കുന്നവരെ പുറത്താക്കുകയും ചെയ്യുന്ന പാർട്ടിയായിട്ട് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കും. കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള ധീര സഖാക്കന്മാരെയൊക്കെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, അത്തരത്തിലുള്ള കുറ്റക്കാരെ സംരക്ഷിക്കുക, സ്വർണ്ണക്കൊള്ളക്കാരെ ഏതെങ്കിലും തന്ത്രീനെ സംരക്ഷിച്ചു, VN വാസുവിനെ സംരക്ഷിച്ചു, പോറ്റിനെ സംരക്ഷിച്ചു. ഇവരെയൊക്കെ പാർട്ടിയുടെ കൂടെ കീഴിൽ വെച്ചിട്ട് അതിനെതിരെ ചോദ്യം ചെയ്യുന്നവരെയൊക്കെ പുറത്താക്കുക. അവർ പാർട്ടി വിരോധി, അവർ പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആക്കുന്ന ഒരു കമ്മ്യൂണിസം ആണ് ഇന്നത്തെ കമ്മ്യൂണിസം. യഥാർത്ഥ കമ്മ്യൂണിസം മരിച്ചു. അതിപ്പോ ഈ പറഞ്ഞില്ലേ രാഷ്ട്രീയ പാർട്ടിക്കാരനാക്കുക ഇതാക്കുക എന്ന് പറഞ്ഞില്ലേ, അതിപ്പോ നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസത്തിനെതിരായിട്ടാണ്. ഇപ്പൊ നമ്മളെയും മറ്റുള്ളവർ വിചാരിക്കുന്നത് ഇവര് അതായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും. പക്ഷേ ഇത് തന്നെ നേരെ മറിച്ച് അവരെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ഇതാണെന്നേ പറയുള്ളൂ. ഇപ്പൊ ആ വാക്ക് ഇവിടെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. അപ്പം ഈ ഒരു രീതിയിലുള്ള രാഷ്ട്രീയവും ശരിക്കും രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇനിയിപ്പോ ഇലക്ഷൻ അടുക്കുമ്പോ ഒത്തിരി എന്തോ പറയാ ചിരിക്കാനുള്ള കാര്യങ്ങളായിരിക്കും. ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ മാത്രം അങ്ങനെ കണ്ടിരിക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. കിട്ടി പാത്രം പോയി പാത്രം കഴുകി കൊടുക്കുന്ന അവസ്ഥ വരെ ഉണ്ട്. ശരിക്കും ആ കളിയാക്കലുകളിൽ ഒത്തിരി വസ്തുതയുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. ഈ ഒരു ടൈമില് മാത്രം, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പോലും നോക്കാത്ത രാഷ്ട്രീയക്കാരുണ്ട്. അതിപ്പോ ചിലപ്പോ പ്രതിപക്ഷം പറഞ്ഞ് നടക്കുന്ന പ്രതിപക്ഷ നേതാവ് അടക്കം ഇലക്ഷൻ വരുമ്പോ അങ്ങനെ ആയിരിക്കാം. പക്ഷെ നമുക്ക് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയാം.